സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. കോഴിക്കോട് ഇരിങ്ങൽ സ്വദേശി വിഷ്ണുവിന്റെ 4 അവയവങ്ങളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർക്ക് ദാനം ചെയ്യുന്നത്. വിഷ്ണുവിന്റെ വൃക്കകൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നുള്ള പ്രതികരണത്തിലേക്ക് ആദ്യം. ഫാമിലി തന്നെ മുമ്പോട്ട് വന്ന് വില്ലിംഗ് ആവുകയാണ് ചെയ്തത്. ബ്രെയിൻ മീൻസ് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി. ഈ മോൻ തന്നെ പറഞ്ഞു, ഒരു 2 ദിവസം മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓർഗൻസ് ഏതോ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റിൽ പറഞ്ഞതാണ്, എന്തെങ്കിലും ഇതുണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോൾ തന്നെ അവരുടെ ഫാമിലി മുമ്പോട്ട് വന്ന് പറയുകയായിരുന്നു, ഓർഗൻസ് എല്ലാം ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഹാർട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സിവിയർ LV ഡിസ്ഫങ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹാർട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് 2 കിഡ്നി, അതിലൊന്ന് നമ്മളിവിടെ ആശ്രമിംസ് ഹോസ്പിറ്റലിലും ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുമാണ് പോയേക്കുന്നത്. പിന്നെ ലിവർ നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. പിന്നെ 2 കോർണിയ എടുത്തിട്ടുണ്ട്. 2 കോർണിയ നമ്മൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്കാണ്. പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായി ചേർന്നു. പ്രസാദ്, അങ്ങനെ സംസ്ഥാനത്ത് വീണ്ടും ഒരു അവയവദാനം നടക്കുകയാണ്. എന്താണ് നിലവിലെ ക്രമീകരണങ്ങൾ? സേതു, അല്പസമയം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ അവയവവുമായി പോയിട്ടുള്ളത്. അതിൽ വാഹനത്തിന്റെ നമ്പർ KL05BB 5596 ആണ്. ഗ്രീൻ കോറിഡോർ വഴിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഗതാഗതം സുഗമമായി പോകുന്നതിന്, വാഹനം പോകുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വാർത്ത കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന ആളുകളെല്ലാം തന്നെ അതിനനുസരിച്ച് തിരക്കുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വാഹനങ്ങൾ മാറിക്കൊടുക്കുന്നതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അധികൃതർ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ ഡോക്ടർ നീതു ഈ വാഹനത്തിൽ അനുഗമിക്കുന്നു എന്നുള്ളതാണ്. ജൂലൈ 6-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിഷ്ണു ഒരു ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ്. കോഴിക്കോട് ഇരിങ്ങൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് വളരെ ഗുരുതരാവസ്ഥയിലായി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നു. ഇന്നലെയാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഇതിൽ ഒരു വീട്ടുകാർ പറയുന്ന ഒരു സംഭവം, ഈ ഇദ്ദേഹത്തിന് അസുഖം വരുന്നതിന് 2 ദിവസം മുമ്പ് വിഷ്ണു പറഞ്ഞത്, നമ്മൾ പ്രതികരണം കേട്ടതാണ്, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ അവയവങ്ങൾ ദാനം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ചാണ് വീട്ടുകാർ അദ്ദേഹത്തിന്റെ 5 അവയവങ്ങളും, നമ്മൾ നേരത്തെ 4 എന്നാണ് പറഞ്ഞ 5 അവയവങ്ങളും ദാനം ചെയ്തിട്ടുള്ളത്. അതിൽ ലിവർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ്. അത് രാവിലെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കിഡ്നി, 2 കിഡ്നിയിൽ ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊന്ന് കോഴിക്കോട് ഇവിടെ തന്നെയുള്ള മിംസിലുമാണ് അത് ഉപയോഗിക്കുന്നത്. കോർണിയ അത് GMC കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ഇതിന് ഒരു പുതുജീവന് വേണ്ടി ഉള്ള ഈ അവയവദാനം, ഈ ഒരു വാഹനം സുഗമമായി പോകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി, പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സംസ്ഥാനത്ത് വീണ്ടും ഒരു അവയവദാനം നടക്കുന്നു. അവയവദാനം